ശരിക്കും മാമിന്റെ ആ റീഡിങ് ലിസണിങ് സത്യം പറഞ്ഞാല് ആ ക്ലാസ്സിന്റെ സമയത്തിരുന്നാണ് എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ എക്സാമിന്റെ ആ ഒരു 1 വീക്ക് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഡേയ്സ് എങ്ങാണ്ട് കണ്ടിന്യൂസ് ഞങ്ങൾ അതൊന്നും ഇരുന്ന് ചെയ്തിട്ടുള്ളൂ. പിന്നെ സ്പീക്കിങ് റൈറ്റിങ്ങും അതും പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഒത്തിരി സപ്പോർട്ടീവായിട്ടുള്ള മാംസ്, രണ്ട് സെലിൻ മാമും സഞ്ജനി മാമും ഒത്തിരി എനിക്ക് സപ്പോർട്ടായിരുന്നു. ഞാൻ 3 പ്രാവശ്യം ഫുൾ മൊഡ്യൂൾ എഴുതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് റീഡിങ് ലിസണിങ് തന്നെയായിട്ട് എഴുതി. എനിക്ക് റീഡിങ് ലിസണിങ് ഇത്രയും നാളായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. റീഡിങ് സെപ്പറേറ്റ് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയത്. അതും ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കിനും എനിക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്തായിരുന്നു റീഡിങ്ങിന്റേത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ആ ക്ലാസ് എടുക്കുന്നതും ഒക്കെ ആണെങ്കിൽ എനിക്ക് ഒത്തിരി ഇതായിരുന്നു. അതുപോലെ തന്നെ മാമിന്റെ ഒക്കെ ക്ഷമ ശരിക്കും സമ്മതിച്ചു തരേണ്ട കാര്യം തന്നെ.